ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് എൻ്റെ റൂമത്തെ ഒരു ലൈറ്റാണ് കേട്ടോ, ഡിം ലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. പിന്നെ 5 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. ഈ ഈ ടൈമിന് എണീറ്റാൽ നമുക്ക് നമസ്കാരവും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും പിന്നെ നമുക്ക് നമ്മളെ കുറേ പരിപാടികളുണ്ടല്ലോ, കിച്ചണിലും പുറത്തുമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നടക്കുമല്ലോ. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങിയതാണ്. കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടിടാണ്ടായിരുന്നു. താഴെയാണ് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഭയങ്കര ഇരുട്ടായിട്ട് വരുന്നത്. പിന്നെ ഈ ഡോറ് തുറക്കണമെങ്കിൽ തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ ഒരു ലോക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഈ ലോക്കല്ല, വേറൊരു ഇരുമ്പിൻ്റെ സംഭവം വരുന്നുണ്ട്. അത് ഇരുട്ടായിട്ട് കാണാൻ പറ്റിയിട്ടാ. അതൊക്കെ അവിടെ ഫിറ്റൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരാൾ വന്ന് നമുക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് രാത്രി കിടക്കൽ. അപ്പം ഞാൻ അതാ കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഫുഡ് വേസ്റ്റ് ഒന്നും കൊണ്ടുപോകാൻ ഇവിടെ ആൾ വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വലിയ പറമ്പാണല്ലോ. അപ്പോൾ അതിൽ അവിടെ ഇട്ടാൽ നമ്മുടെ ഗ്യാങ് വരാണ്ട് അവർ കഴിച്ചോളും. അതാ 2 ആൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ആൾക്കാരൊക്കെ വരും. ഇവിടെ കൊട്ടുന്ന ഒച്ച കേട്ടാൽ മതി. എവിടെ നിന്നാണ് ഇവർ വരുന്നതെന്ന് അറിയില്ല. 2 ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ടാണ് അവർ ഇവിടുന്ന് പോവാത്തതെന്ന്. അതൊന്നല്ല. അല്ലെങ്കിൽ ഇവർ ഇവിടുത്തെ സ്ഥിരം ആൾക്കാർ തന്നെ. അപ്പോൾ ഫുഡൊന്നും ഇല്ലെങ്കിലും അവർ ഇവിടെ കളിക്കേണ്ടിയൊക്കെ കളിക്കും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ അവരെ വയറും നിറയും, നമ്മളെ ഫുഡിൻ്റെ അവിടെ ക്ലീൻ ആവും ചെയ്യും. 2 കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് പിന്നെ എങ്ങനെയാണ് ഭക്ഷണം കിട്ടാൻ പാകങ്ങൾ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോഴാണ് പേടി. രാത്രിയൊക്കെ വരുമ്പോഴാണ് കേട്ടോ പേടി. പിന്നെ ഇന്നത്തെ ഡ്യൂട്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അടുക്കളയിലേക്ക്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പച്ചരി കുതിർത്തിയിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ചിലത് ഞാൻ ചോറ് കൂട്ടലുണ്ട്, ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഞാൻ ചോറൊന്നും കൂട്ടിയില്ല. തേങ്ങയും പച്ചരിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വേറെ ഒരു ഇതിലൊക്കെ കാണലുണ്ട് ഇങ്ങനെ ചുട്ടാലേ നന്നാവുമെന്ന്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇത്തിരി ചോറ് കൂട്ടണം, എന്നാലേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ചില ആൾക്കാരത് വേണ്ട, തേങ്ങയും ഇതും അരി മാത്രം മതി എന്നൊക്കെ പറയും. എന്നിട്ട് അത് ഒഴിച്ചാൽ നല്ല അടിപൊളി ദോശക്കായി വരുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരാളുണ്ട്, ഭയങ്കര ഗർഭപ്പൂതിയാണ്. രാവിലെ ആകുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ പറയും. അത് ഉണ്ടാക്കിക്കോ. ഇന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചാണ് എന്താണ് ജംഷിയ ഇപ്പം, അതായത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം കൊണ്ടുപോകലില്ലേ ചോറ്, ടിഫിൻ കൊണ്ടാക്കില്ലേന്ന്. അപ്പം കുറേ ആയിട്ട് ഇല്ലേ. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ഈച്ച ശല്യനും മഴ പെയ്തപ്പോഴൊക്കെ അവർ ഫുഡ് കഴിക്കുന്ന അവിടെ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു അറപ്പാണ് അതൊക്കെ. അപ്പം ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിക്കോ. അത് അയക്കോറേൻ്റെ ചെറിയതാണ് കേട്ടോ, മീനാണ്. അയക്കോറ കുട്ടി എന്നറിയില്ലേ, അതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. കൊണ്ടുപോകും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എരുന്ത് വാങ്ങിന് കേട്ടോ. ഇത് നമ്മുടെ ബീച്ചിലുള്ള കോതിയില്ലേ, ആ കോതീൻ്റെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടെന്നാണ്. മോള് ഭയങ്കര പൂതി പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് നോക്ക് കേട്ടോ. ഈ ഒരു എരുന്ത് എന്നാണ് നമ്മൾ പറയൽ. വേറെ എല്ലാ സ്ഥലത്തും എന്താണെന്നുള്ള അറിയില്ല കേട്ടോ പേര് പറയാം. എരുന്ത്, കക്ക എന്ന് പറയുന്നത് ഇതിനാണോ അല്ലെങ്കിൽ കടക്കക്കാണോ എനിക്കറിയില്ല. എന്തായാലും നമ്മളവിടെ എരുന്ത് എന്നാണ് പറയൽ. അപ്പോൾ അത് വാങ്ങിക്കണ്. അവൾ മീൻ കഴിക്കൂല. അവൾ എന്ത് കളി കളിച്ചാലും മീൻ കഴിക്കൂല. പിന്നെ ചെമ്മീൻ, ഞണ്ട്, കൂന്തൾ അങ്ങനെയൊക്കെയുള്ള കഴിക്കാമെന്നല്ലാതെ അതൊന്നും മീനിൽ പെട്ട സംഭവമല്ല എന്ന് തോന്നുന്നു. അത് കഴിക്കും. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ കഴിക്കുന്ന ടീമാണ് കേട്ടോ. എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ബിരിയാണീൻ്റെ ആക്കുന്നത്. കാരണം പുഴുങ്ങ് പറ്റുകയെന്നറിയില്ല. നമ്മൾ ചോറ് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയാണ് അധികം. എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അതാണ് മസ്റ്റ്. ഞാൻ വേറെ ഇപ്പം താമസം തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇപ്പം ഈ ഒരു നെയ്ച്ചോറ് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മൻ്റെ അവിടെയൊക്കെ താമസിക്കുമ്പോൾ തീരെ പറ്റില്ല. ഉമ്മക്കൊക്കെ എല്ലാവർക്കും പുഴുങ്ങ് കിട്ടണം. അങ്ങനെ വെള്ളത്തിൽ അരിയിട്ടിട്ട് പുഴുങ്ങ് കിട്ടുക, അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ ആ ഒരു ഫീലിംഗ് തോന്നുള്ളൂ. മറ്റേത് ആ ഒരു നല്ലൊരു ചുവയാണ്, നല്ലൊരു ടേസ്റ്റ്. അതിപ്പോൾ വെക്കുന്നവർക്ക് അറിയാൻ മതിയാവും അതിൻ്റെ ഒരിത്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അച്ചാറ്, തൈര് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ തേങ്ങ ചമ്മന്തി.
അപ്പോൾ അതാക്കാണ്. പിന്നെ ഞാൻ എരുന്ത് വേഗം തന്നെ അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കാതെ തന്നെ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരും. പിന്നെ ഈ ഒരു സംഭവം തൊടൂലാന്ന് വെച്ച സംഗതിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് എടുത്ത് വലിച്ചെറിയാനൊക്കെ പോയ സംഭവം തന്നെയായിരുന്നു. ഇപ്പം മാഷാ അല്ലാ അപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ഒക്കെ അതൊക്കെ മറന്ന് ഇപ്പം എന്തായാലും കൈ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പം വെള്ളം എന്തായാലും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആക്കുക, വെള്ളം നോക്കുക, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ പോട്ടെ. പിന്നെ ഇതാ ഈ എരുന്നിൽ നമുക്ക് വെള്ളം ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വെള്ളം വരുന്നത് ഒരുപാട് വെള്ളം വന്നിരുന്നു. പിന്നെ ബിരിയാണി ആയിട്ടോ. അങ്ങനെ അതായിട്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ എടുക്കുകയാണ്. കാരണം മീനായതുകൊണ്ട് ഒടിഞ്ഞു പോവാതെ നോക്കണമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അടർന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കുറച്ചിങ്ങനെ മീൻ അടി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. കുറച്ച് മീനിൻ്റെ ഒക്കെ അടന്ന് പോകും നിൽക്കണ്, ആ കുഴപ്പമില്ല. അപ്പോൾ നല്ല ബിരിയാണി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് പാത്രത്തിലാക്കാം കേട്ടോ. അപ്പം ചമ്മന്തിയും കൂടി കൊടുത്ത് എല്ലാവരും ഇനി ചോറ് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയാം, കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ കമൻറ്റിലല്ല കേട്ടോ, ഇങ്ങനെ പേഴ്സണലായിട്ട് ചോദിച്ചതാണ്. പിന്നെ എന്താ ഞാൻ ഈ കെറ്റിൽ ചില സമയത്ത് എനിക്ക് ടൈമില്ലെങ്കിൽ ഞാൻ വേഗം കെറ്റിൽ തിളപ്പിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചായ ആവും, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചായ. മറ്റേത് അടുപ്പത്ത് ഇങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ആക്കൂല, ഇങ്ങനെ ഒന്ന് ചെയ്യും നേരമില്ലാത്ത ടൈമിന്. അപ്പം നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ അറിയില്ല, ഒരാൾ പോകുന്ന പോക്കിനൊരു തള്ളു എന്ന് പറഞ്ഞാൽ എനിക്കിതാ ആൾക്കൊട്ടും നേരമില്ല, എന്നാലും അത് ഈ എരുന്നിൻ്റെ പാത്രം എടുത്തുകൊണ്ടിട്ട് എനിക്ക് അതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പം മോളില്ലേന്ന് വിചാരിക്കും, മോളുണ്ട്, അവൾ ചെയ്യും. പക്ഷേ എന്താ അറിയില്ല, വേഗം എടുത്ത് ചെയ്തതെനിക്ക്. പിന്നെ അതിൻ്റെ ആ തൊലി എത്ര ഉള്ളത്, അതിൻ്റെ ഇറച്ചി കുറച്ചേ ഉള്ളൂ കേട്ടോ സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സംഭവം, ബിരിയാണി ആയാൽ മറ്റാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ഇതൊന്നും വേണ്ട, മുഖം എടുക്കാതെ ചെയ്താൽ കേട്ടോ, അല്ലെങ്കിൽ കിച്ചിട്ടേക്കും. അപ്പോൾ ബിരിയാണി കഴിക്കുന്നുണ്ട് ആൾ അവിടുന്ന്. പിന്നെ ഞാൻ അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ എരുന്നിൻ്റെ ഒക്കെ വെള്ളം എടുത്ത് വെച്ചിന്. അപ്പോൾ ഞാനത് കുറച്ച് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും അങ്ങനെയൊക്കെ അരിഞ്ഞിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം. അപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഇത് കൂട്ടാലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് അതിന് ലേശം എടുത്തിട്ടുണ്ട്, മറ്റാൾ കാണാതെ. കാരണം മോള് കണ്ടപ്പോൾ ചീത്ത വെക്കും, അവൾ മീൻ കഴിക്കാത്തതല്ലേ, അപ്പോൾ അവൾക്ക് വേണമല്ലോ അത്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ സംഭവം ഇട്ടിട്ട് ഒന്ന് കൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം നമുക്കൊരു സ്നാക്സായി. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിക്കണത് ഷോർട്ടായിട്ട്. പിന്നെ അങ്ങനെ അതുപോലെ കൊഴിച്ച് നല്ല രസമുണ്ടാവും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വെച്ചോട്ടെ. ഉപ്പ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, കാരണം ആ എരുന്തിൻ്റെ അതിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ ഇത് ഒന്ന് നല്ലോണം ഒന്ന് മസാല തേച്ച് വരട്ടിയേക്കാണ്. കാരണം ഇത് പൊരിക്കണം, മോൾക്ക് വേണമെങ്കിലല്ല വേണം. പിന്നെ ആ ക്ലീനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇതൊരു വേറൊരു ടാസ്ക് തന്നെയാണ് ക്ലീനിങ്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല, നെരുന്ന് കിടക്കും പാത്രങ്ങളൊക്കെ. പിന്നെ ലാസ്റ്റ് ഇതൊക്കെ കഴുകലും പിടിക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതോടെ കൂടി എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.